ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ നയതന്ത്ര ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ പ്രചാരണത്തിന് ദേശീയ നേതാക്കളെ രംഗത്തിറക്കി മുന്നണികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായ LPG വിതരണം സാധാരണ നിലയിലായതായി കേന്ദ്ര സർക്കാർ. ഹിന്ദു, സിഖ്, ബുദ്ധ മതവിശ്വാസത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പട്ടികജാതി പദവിക്ക് അർഹതയുള്ളൂ എന്ന് സുപ്രീംകോടതി. മറ്റു മതങ്ങളിലേക്കുള്ള പരിവർത്തനത്തിലൂടെ പട്ടികജാതി പദവി പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നും കോടതി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. 2026 ധനകാര്യ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ ഇന്ന് നടന്നു. 2026 ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിക്കുകയാണ്. രാജ്യസഭയിൽ 2026 അപ്രോപ്രിയേഷൻ ബിൽ 2 ചർച്ച തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ നയതന്ത്ര ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ച് രാജ്യസഭയിൽ സംസാരിക്കുകയും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുകയും ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 3 ആഴ്ചയിലേറെയായി പശ്ചിമേഷ്യയിലെ സംഘർഷം ലോകമെമ്പാടും ഗുരുതരമായ ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1 കോടിയോളം ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ആശങ്കയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. इस युद्ध से हमारे व्यापार के रास्ते प्रभावित हो रहे हैं. इससे पेट्रोल, डीजल, गैस और फर्टिलाइजर जैसे जरूरी सामान की रूटीन सप्लाई प्रभावित हो रही है. गल्फ देशों में करीब 1 करोड़ भारतीय रहते हैं, वहां काम करते हैं. उनके जीवन और आजीविका की सुरक्षा भी भारत के लिए बहुत बड़ी चिंता है. സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിൽ. എല്ലാ മണ്ഡലങ്ങളിലെയും മത്സരചിത്രം ഏറെക്കുറെ തെളിഞ്ഞതോടെ പരസ്യപ്രചാരണത്തിലായിരിക്കും മുന്നണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ശ്രീമതി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ എത്തും. UDFന്റെ പ്രചാരണത്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ പര്യടനം നാളെ കോഴിക്കോട് ആരംഭിക്കും. LDF പ്രചാരണം മുഖ്യമന്ത്രിയും CPMന്റെ മുതിർന്ന നേതാവുമായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതുവരെ സംസ്ഥാനത്തൊട്ടാകെ 2125 പത്രികകളാണ് ലഭിച്ചത്. 1254 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ ഒരു പ്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണം നമ്മൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെ നമുക്ക് ലഭിച്ച ടോട്ടൽ നമ്പർ ഓഫ് ഫോംസ് 2125, ടോട്ടൽ കാൻഡിഡേറ്റ്സ് 1254. ഇതിന്റെ സ്ക്രൂട്ടിനി ഇന്ന് എല്ലാ 6 അവരുടെ ജില്ലയിൽ അത് നടത്തുന്നുണ്ട്. അതിനുശേഷം വിഡ്രോവലിന് സമയമുണ്ട്. വിഡ്രോവലിന് ശേഷം വാലിഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അത് കണ്ടിട്ടാണ് നെക്സ്റ്റ് ബാലറ്റ് പ്രിന്റിംഗ് ആൻഡ് അതർ പ്രക്രിയ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രിപ്പയർനെസിന്റെ ഭാഗമായിട്ട് നമുക്ക് പോളിംഗ് സ്റ്റാഫ് ആവശ്യമാണ്. നമ്മൾ ഏകദേശം 1.75 lakhs ആൾക്കാർ പോളിംഗ് പേഴ്സണലായി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് 2 ദിവസം ചെയ്ത ശേഷം അവരുടെ ഒരു പരിശീലനം എല്ലാ ജില്ലയിലും നടക്കുന്നുണ്ട്. ക്രമസമാധാന പാലനത്തിന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സജ്ജമാക്കുമെന്നും സംഘർഷ സാധ്യതയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനയെ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 140 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി അടുത്ത മാസം 9 വോട്ടെടുപ്പ്. മെയ് 4 വോട്ടെണ്ണൽ. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും ഇന്നാണ് സൂക്ഷ്മ പരിശോധന. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസരം അവസാനിച്ചപ്പോൾ കോട്ടയം ജില്ലയിൽ ഇന്നലെ മാത്രം 76 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. 11 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ച ചങ്ങനാശ്ശേരി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ പത്രിക സമർപ്പിച്ചത്. ആകെ 137 പത്രികകളാണ് ജില്ലയിൽ ലഭിച്ചത്. എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ ആകെ 120 സ്ഥാനാർത്ഥികൾ രംഗത്ത്. നിലവിൽ ജില്ലയിൽ ആകെ ലഭിച്ച പത്രികകളുടെ എണ്ണം 221 ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് പറവൂർ മണ്ഡലത്തിലാണ് 20 പേർ. ഏറ്റവും കുറവ് പത്രികകൾ ലഭിച്ചത് മൂവാറ്റുപുഴ മണ്ഡലത്തിലും 12 പേർ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ, DGPമാർ, CEOമാർ,
ആഭ്യന്തരം, എക്സൈസ്, SGST പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ എന്നിവരുമായി ഇന്ന് അന്തർ സംസ്ഥാന അതിർത്തി സംബന്ധിച്ച് യോഗം ചേർന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക യോഗത്തിന്റെ ലക്ഷ്യമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ സക്ഷം മൊബൈൽ ആപ്പിൽ വിവിധ സേവനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും പോളിംഗ് സ്റ്റേഷൻ കണ്ടെത്താനും വോട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒട്ടേറെ സേവനങ്ങളാണ് ഈ ആപ്പിലുള്ളത്. രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ക്ലറിക്കൽ പിഴവ് സംഭവിച്ചതായും പിശക് നേരത്തെ തിരുത്തിയതായും ശ്രീ കേൽക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫയൽ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ വിശദമായ അന്വേഷണം നടത്തുമെന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ആഗോളതലത്തിൽ ഊർജ്ജ മേഖല വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഇറാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ നിർവീര്യമാക്കിയതായി UAE വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം LPG വിതരണത്തെ ബാധിച്ചെങ്കിലും ആവശ്യത്തിന് സ്റ്റോക്കുകൾ ലഭ്യമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. ഗുണഭോക്താക്കൾ പരിഭ്രാന്തിയോടെ LPG ബുക്ക് ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും വിതരണം സാധാരണ നിലയിലാണെന്നും അവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും LPG സിലിണ്ടറുകൾ നൽകുന്നതായും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. 21 तारीख को भारत सरकार ने ऑर्डर इशू करते हुए कमर्शियल LPG का एलोकेशन लगभग 50% तक बढ़ा दिया है और इसी क्रम में जो ऑर्डर इशू किया गया उसमें रेस्टोरेंट्स, ढाबा, होटल, इंडस्ट्रियल कैंटीन्स, फूड प्रोसेसिंग इंडस्ट्री, डेयरी, सब्सिडाइज्ड कैंटीन और आउटलेट्स रन बाय द स्टेट गवर्नमेंट और माइग्रेंट लेबर को प्रायोरिटी देने की बात की गई. ഹിന്ദു, സിഖ്, ബുദ്ധ മതവിശ്വാസത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പട്ടികജാതി പദവിക്ക് അർഹതയുള്ളൂവെന്ന് സുപ്രീംകോടതി. മറ്റ് മതങ്ങളിലേക്കുള്ള പരിവർത്തനത്തിലൂടെ പട്ടികജാതി പദവി പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നും കോടതി. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവച്ചുകൊണ്ടായിരുന്നു സുപ്രീംകോടതി വിധി. മറ്റു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ദളിത് വിഭാഗത്തിലുള്ളവർക്ക് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം സംരക്ഷണം അവകാശപ്പെടാൻ കഴിയില്ലെന്നും ജസ്റ്റിസുമാരായ PK മിശ്ര, മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് ഇരുദേശങ്ങളിലും കൊടിയേറി ഏപ്രിൽ 3-നാണ് വേലയാഘോഷം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ദേശമന്നങ്ങളിൽ പരമ്പരാഗത ചടങ്ങുകളോടെയാണ് മുളം കൂറയിട്ടത്. കൂറയിട്ടതോടെ ദേശവാസികൾ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പും ആരംഭിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ നെന്മാറയിൽ കുമ്മാട്ടിയും വല്ലങ്ങിയിൽ കണ്ണിയാറും നടക്കും. നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ടും തുടരും. ബഹുനില ആനപ്പന്തലുകളുടെ നിർമ്മാണവും വെടിക്കെട്ട് ഒരുക്കങ്ങളും ദേശങ്ങളിൽ സജീവമാകും. തെരഞ്ഞെടുപ്പിന് മുൻപ് 10,000 ഒത്തുകൂടുന്ന ഉത്സവപ്പറമ്പിൽ പ്രചാരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ തങ്ങളുടെ കമാനങ്ങളും ബോർഡുകളും ഉയർത്താനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഈ മാസം 26 വരെ പകൽ താപനില ഉയരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും DMO അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ നയതന്ത്ര ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിൽ പ്രചാരണത്തിന് ദേശീയ നേതാക്കളെ രംഗത്തിറക്കി മുന്നണികൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായ LPG വിതരണം സാധാരണ നിലയിലായതായി കേന്ദ്ര സർക്കാർ. ഹിന്ദു, സിഖ്, ബുദ്ധ മതവിശ്വാസത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പട്ടികജാതി പദവിക്ക് അർഹതയുള്ളൂവെന്ന് സുപ്രീംകോടതി. മറ്റ് മതങ്ങളിലേക്കുള്ള പരിവർത്തനത്തിലൂടെ പട്ടികജാതി പദവി പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നും കോടതി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.